സത്യത്തെ മുറുകെ പിടിച്ചിട്ടുണ്ടോ? ഇനി ഏത് പാഴ്മുറം കൊണ്ട് മറച്ചാലും ഒരു നാൾ അത് മറനീക്കി പുറത്തു വരും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യയുടെ കാര്യത്തിൽ അക്കാര്യം അച്ചട്ടായി മാറിയിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ട് എന്തോരം ആരോപണങ്ങളായിരുന്നു. ആ ആരോപണങ്ങളിൽ പലതും ദിവ്യയുടെ ഭാഗത്തായിരുന്നു ശരിയെന്ന് തെളിയിക്കപ്പെടുന്നതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടി വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ദിവ്യയുടെ പേര് വെച്ച് സ്വന്തം നിലയ്ക്ക് കൂടി ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ച ചില വിരുദ്ധന്മാർ കൂടിയുണ്ട്. അങ്ങനെ കണ്ണൂരിലെ ഒരു ഞാഞ്ഞൂലി കോൺഗ്രസ്സുകാരനാണ് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളെല്ലാം വഴിവിട്ട നിലയ്ക്ക് ഒരു കമ്പനിക്ക് കൊടുത്തു എന്ന നിലയ്ക്ക് വിജിലൻസിൽ പരാതി കൊടുത്തിരുന്നത്. ആ പരാതിയിൽ വിജിലൻസ് അന്വേഷിച്ചു, ഒരു ചുക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് കേരളത്തിലെ ചില യൂത്ത് കേശു വിരുദ്ധന്മാർക്ക് മാധ്യമങ്ങളിലൂടെയാണല്ലോ സ്വയം വളർന്നു വരുന്നത്, അല്ലാതെ ജനങ്ങൾക്കിടയിലൂടെ അല്ലല്ലോ. പണിയെടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ മാധ്യമ കോലുകൾക്ക് മുന്നിൽ വന്ന് രണ്ട് ഡയലോഗ് അടിക്കുക, ഒരു വെള്ള പേപ്പറിൽ കൊണ്ടുവന്ന് ഒരു വിജിലൻസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ സംഭവമായി. ആ നിലയ്ക്കാണ് വിജിലൻസിന് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ പി ദിവ്യക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. അതിനെ സംബന്ധിച്ച് ഈ നിയമസഭയിൽ KPCC പ്രസിഡന്റും കണ്ണൂരുകാരനും കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങളിലൂടെയാണ് പി ദിവ്യ പുലർത്തിയ സത്യത്തിന്റെ ഒരു കണിക കൂടി തെളിഞ്ഞു വരുന്നത്. സണ്ണി ജോസഫിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ 2024 ഒക്ടോബർ 1 മുതൽ നാളിതുവരെ ലഭിച്ച പരാതികൾ ഏതൊക്കെയാണെന്ന് അറിയിക്കാമോ? പ്രസ്തുത പരാതികളിന്മേൽ സ്വീകരിച്ച തുടർ നടപടികൾ വിശദാംശം സഹിതം വ്യക്തമാക്കാമോ? അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയാണ്: 25 പരാതികൾ ലഭ്യമായിട്ടുണ്ട്. പ്രസ്തുത പരാതികളിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ബി, ഇയാൾക്കെതിരെ വിജിലൻസിൽ ലഭിച്ചിട്ടുള്ള പരാതികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിക്കാമോ? പ്രസ്തുത പരാതികളിന്മേൽ സ്വീകരിച്ച നടപടികൾ, അന്വേഷണ റിപ്പോർട്ടുകൾ, തുടർ നടപടി ശുപാർശകളുടെ വിശദാംശം എന്നിവ ബന്ധപ്പെട്ട രേഖകളും തീയതികളും സഹിതം വ്യക്തമാക്കാമോ? ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. ജില്ലാ പഞ്ചായത്തിലെ നിർമ്മാണ കരാറുകളിൽ ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്നും നിർമ്മാണ കരാറുകൾ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നൽകിയതിൽ സ്വജനപക്ഷപാതം നടത്തിയെന്നും മറ്റും ആയിരുന്നു പരാതികളിൽ പറഞ്ഞിരുന്നത്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ കണ്ണൂർ യൂണിറ്റ് വെരിഫിക്കേഷൻ നടത്തി ഇവയിൽ ക്രമക്കേടൊന്നും തന്നെ ഇല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സി, മൂന്നാമതായിട്ടുള്ള സണ്ണി ജോസഫിന്റെ ചോദ്യം: AD നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ വിവിധ കോടതി വ്യവഹാരങ്ങൾക്കായി ഫീസിനത്തിലും ചെലവിനത്തിലും ഉൾപ്പെടെ സർക്കാർ ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ? ഇതിന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി: കേസുകളിൽ സർക്കാർ അഭിഭാഷകർ തന്നെയാണ് ഹാജരായിട്ടുള്ളത്. ആയതിനാൽ ഫീസിനത്തിലും ചെലവിനത്തിലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. കേട്ടല്ലോ. ഇക്കഴിഞ്ഞ 30-ാം തീയതി, അതായത് സെപ്റ്റംബർ 30-ാം തീയതിയാണ് ഈ ചോദ്യങ്ങൾ സണ്ണി ജോസഫ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉന്നയിച്ചത്. അതിൽ കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. അതിലാണ് രണ്ടാമത്തെ ചോദ്യമായി ഉന്നയിച്ച വിജിലൻസിന് ലഭിച്ചിട്ടുള്ള പരാതി, കണ്ണൂരിൽ കോൺഗ്രസുകാരുടെ പെട്ടിയെടുപ്പുകാരനായിട്ട് നടക്കുന്ന വ്യക്തി കൊടുത്ത പരാതി, അതെന്തായി എന്ന് അറിയാൻ വേണ്ടി അവരുടെ നേതാവ് കൊടുത്ത ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി കൃത്യമായിട്ട് വിജിലൻസ് അന്വേഷിച്ച കേസിനെ സംബന്ധിച്ച് വിശദമാക്കിയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ 25 കേസുകൾ ദിവ്യക്കെതിരെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. നോക്കണേ, കിട്ടിയ അവസരത്തിൽ മാധ്യമങ്ങളിൽ പേരച്ചടിച്ച് വരാൻ വേണ്ടി ഓരോരോ തട്ടിപ്പ് കേസുകൾ കൊടുത്തു. മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്കൊരു ഇടതുപക്ഷ ഇരയെ കിട്ടിയാൽ ആക്രമിക്കാൻ ഏത് ഞാഞ്ഞൂലിന്റെ പരാതി ഉണ്ടെങ്കിലും അവനെ മഹാനാക്കി അവതരിപ്പിക്കും. അങ്ങനെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പദ്ധതികൾ നൽകിയതുമായി ബന്ധപ്പെട്ട് വ്യാജ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വെറും വ്യാജ പരാതിയാണെന്നും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണെന്നും കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഈ പരാതി കൊടുത്ത വിവരക്കേടിന് അറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട്. പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് ആരെങ്കിലും വിളിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയക്കാരുടെ സ്വജനപക്ഷത്തിനനുസരിച്ച് ചെയ്തു കൊടുത്താൽ നാളെ കേസാകുമ്പോൾ തൂങ്ങുന്നത് അവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഇല്ലാതെ മാധ്യമങ്ങളിൽ പേരച്ചടിച്ച് വരാൻ വേണ്ടി പെട്ടിയെടുപ്പുകാരനായിട്ടുള്ള വ്യക്തി കൊടുത്ത പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിയതിനു ശേഷം വെറും മണ്ടത്തര ചോദ്യമാണ് ഏതോ ഒരു പോങ്ങൻ ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കണ്ടെത്തൽ. എന്തായാലും ദിവ്യയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികരണം നടത്തി. ആ പ്രതികരണത്തിന്റെ പേരിൽ എന്തോരം വേട്ടയാടപ്പെട്ടു. ആ വേട്ടയാടപ്പെട്ടതിന് ശേഷം ആ കാലം കടന്നുപോയി. സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും
അവരെ ചുറ്റിപ്പറ്റി സൃഷ്ടിച്ച പല നുണക്കഥകളും പൊളിഞ്ഞടുങ്ങി വീഴുമ്പോഴും അവർ ഇന്നലകളിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ മടിയിൽ കനമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഏറ്റവും ഒടുവിൽ നുണ ലോകം ചുറ്റി കഴിഞ്ഞെങ്കിലും സത്യം ചെരുപ്പിട്ട് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവ് കൂടിയാണ് പുതിയ വിവരങ്ങളെന്ന് പറയേണ്ടി വരികയാണ്.